അത്രയും തിരക്ക് പിടിച്ച ഒരു ഓട്ടമാണ് ഇതിന് മനസ്സിലായി. കാര്യം ഒരു നമ്മൾ കുറേയധികം ആൾക്കാർ, നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ള ആൾക്കാർ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുന്നു, അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ്. ഇതിനിടയിൽ കുടുംബത്തെക്കുറിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ കുടുംബം എൻ്റെ സ്വഭാവവും എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ചൊരു നിർബന്ധ ബുദ്ധിയുള്ള ഭാര്യയോ അല്ലെങ്കിൽ കുടുംബമോ മക്കളോ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഏറ്റവും ദുഃഖമുള്ള നാളുകളിലൂടെയാണ് ഞാൻ കടന്നു വന്നതും ഇപ്പോഴും. എൻ്റെ പിതാവിൻ്റെ പെട്ടെന്നുള്ള അപകട മരണം, അതിനുശേഷം എനിക്ക് താങ്ങും തണലുമായി നിന്ന് എൻ്റെ സഹോദരൻ്റെ, എൻ്റെ ഏക കൂടപ്പിറപ്പിൻ്റെ പെട്ടെന്നുള്ള മരണം, ആരോഗ്യവും പ്രായം കൊണ്ടും ചെറുപ്പമായ എൻ്റെ പിതാവിൻ്റെ മരണം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊരു കൂട്ടുകുടുംബമായിരുന്നു. എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, ഭാര്യ, എൻ്റെ മക്കൾ, അങ്ങനെ ഒരു കുടുംബമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വേർപാട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു തീപ്പെട്ടി മേടിക്കണമെങ്കിലും എൻ്റെ കുടുംബം എന്നെ ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കി എന്നെ കുറ്റപ്പെടുത്താതെ, എന്നെ നിർബന്ധിക്കാതെ, അവിടെ പോകണം ഇവിടെ പോകണമെന്ന് പറയാതെ, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ, നമ്മളെങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചു വന്നത് ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ എല്ലാ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും മനസ്സിൽ ഒതുക്കി അടക്കി ജീവിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടത്തി, ഇപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, പിന്നെ എൻ്റെ അടുത്ത ബന്ധുക്കൾ, എൻ്റെ അയൽക്കാർ. ഇപ്പോൾ ഞാനില്ലെങ്കിലും എൻ്റെ വീട് നോക്കുന്ന എൻ്റെ അയൽപക്കത്തുള്ളവരാണ്. അത്യാവശ്യം വന്നാൽ അങ്ങനെ ഒരു അടുപ്പം എല്ലാവരുമായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖത്തിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷേ അവർ തരുന്ന ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാൻ അവരെഴുന്നേൽക്കുന്നതിന് മുമ്പേ, എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവർ ഉറങ്ങിക്കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. സ്വയം അതാണ്. പിന്നെ പ്രായമുണ്ട് മക്കൾക്ക്. മൂത്ത മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിൻ്റെ ഇളയ ആൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോളാണ്. അതിൻ്റെ ഇളയ ആൾ അംഗനവാടി പഠിക്കുന്നു, അത് മോളാണ്. ഇവർക്ക് അച്ഛനെ നന്നായിട്ടൊന്നും കാണാൻ കിട്ടുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുന്നിൽ ഒരു നിവേദനം എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയത് മകൻ്റെ കയ്യിൽ നിന്നാണ് ആ നിവേദനം വാങ്ങുന്നത് ഉമ്മൻചാണ്ടി സാർ. വായിച്ചു നോക്കിയപ്പോൾ നിവേദനം വായിച്ചപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, ഞങ്ങളുടെ അച്ഛനെ ഒന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞൊരു നിവേദനം അദ്ദേഹത്തിന് തന്നെ മകൻ കൊടുത്തതായി ഞാനിങ്ങനെ ഒരു കാര്യം കേട്ടിരുന്നു. അതുപോലെ ഒരു അവസ്ഥയിലേക്കുള്ള യാത്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണെങ്കിൽ. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലല്ല ഞാനങ്ങനെ, സാറിന് പിന്നെ എല്ലായിടവും പോകണമല്ലോ, സാർ വലിയ നേതാവല്ലേ, നമ്മൾ അത്ര ഒരാളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെയൊക്കെ കിടന്നുള്ള കറക്കമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അന്നേരം വീട്ടുകാരും ഒക്കെ ആയിട്ടിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. രാത്രി നേരത്തെ ചെല്ലുന്ന ദിവസങ്ങളിൽ മക്കളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ദുഃഖമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രയാസം, പോലീസ് ഓഫീസർമാർ ലീവ് പോലും എടുക്കാതെ രാവും പകലും കഷ്ടപ്പെടുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാ വകുപ്പുകളിലും ആത്മാർത്ഥതയുള്ളവർക്ക്, ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും. നിങ്ങളിനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മണിയാകും? നാളെ വീണ്ടും ഇതുപോലുള്ള വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലയിലും ഈ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊരു അമാനുഷികതയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു സംതൃപ്തിയാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ്. അപ്പോൾ സാർ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടു നടക്കുന്നു. ഇപ്പോൾ ഓണക്കാലമാണ്. ഓണക്കാലം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഈ കല എന്തായാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ. എല്ലാ മനുഷ്യരും കലാകാരന്മാരാണെന്നാണ് എൻ്റെ ഒരു വെയ്പ്പ്. അങ്ങനെയാണെങ്കിൽ ചെണ്ടമേളം അതുപോലുള്ള ഒരു താളത്തിൻ്റെ ഒരു ആഘോഷം കൂടിയല്ലേ നമ്മുടെ ഈ ഓണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കലാപരമായി നമുക്ക് എങ്ങനെയാണ് ഓണത്തെ ഒന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഓണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ മിത്തും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഓണത്തിൻ്റെ ഒരു ഐതിഹ്യം ഇപ്പം നമ്മളാരും മഹാബലിയൊന്നും കണ്ടിട്ടില്ല. അതിനകത്തുകൂടി നമ്മൾ വിശാലമായി ചിന്തിച്ചാൽ നന്മകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാബലിയെ പലപ്പോഴും കുട്ടിക്കാലത്ത് നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്, ഇത്രയും നല്ലൊരു ഭരണാധികാരി എന്തിനാണ് ചവിട്ടി താഴ്ത്തിയത്, ഇല്ലാതാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം
എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ഭരണാധികാരിയാണെങ്കിലും നല്ല മനുഷ്യനാണെങ്കിലും നന്മ ചെയ്യുന്ന ആളുകളെ അവസാനിപ്പിക്കുക എന്നുള്ളത് താൽക്കാലികമാണ്. വീണ്ടും അത് പുനർജനിക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മിത്താണെങ്കിലും നടന്ന സംഭവമാണെങ്കിലും ചരിത്രമാണെങ്കിലും ഐതിഹ്യമാണെങ്കിലും ഇപ്പോഴും ഒരു ജനസമൂഹത്തിൻ്റെ മുഴുവൻ മനസ്സിൽ ജാതി മത ഭേദമന്യേ മാവേലിയെ എല്ലാ വർഷവും ഓർക്കുന്നതും വർഷത്തിൽ 10 ദിവസത്തോളം അതിനുവേണ്ടി ആളുകൾ മാറ്റിവെക്കുന്നതും ആഘോഷിക്കുന്നതും നന്മയെ ആർക്കും തോൽപ്പിക്കാനോ അവസാനിപ്പിക്കാനോ പറ്റില്ല എന്നുള്ളതാണ് അതിലൂടെ ആ ഒരു സന്ദേശത്തിലൂടെ. സ്വാഭാവികമായിട്ടും ആഘോഷങ്ങൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ആഘോഷത്തിൻ്റെ നാളുകളാണ്. ഈ പണ്ട് കാലത്ത് പട്ടിണിയുടെ കാലഘട്ടമായിരുന്നു. അന്ന് പരിപ്പും സാമ്പാറും 5-6 കൂട്ടം കറികളുമൊക്കെ വർഷത്തിൽ 2-3 ദിവസം കിട്ടുന്നത് ഓണത്തിനായിരുന്നു. നമ്മുടെ കുട്ടിക്കാലം, എൻ്റെ ആണെങ്കിലും അങ്ങയുടെ ആണെങ്കിലും കുട്ടിക്കാലം കുറച്ചുകൂടി നമ്മൾ ഓണം നല്ലതുപോലെ ആസ്വദിക്കുമായിരുന്നു. ഇന്നിപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് എല്ലായിടവും സദ്യകളാണ്, ഇഷ്ടംപോലെ ഭക്ഷണമാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓണം ആസ്വദിച്ചതിനേക്കാൾ ഇരട്ടി മധുരത്തോടുകൂടി ഓണം ആസ്വദിച്ച തലമുറയാണ് നമ്മുടെ. കാരണം അന്ന് കളിക്കുന്നത് എന്തെല്ലാം കളികളാണ് ഓണക്കളികൾ. തിരുവാതിര, ഉറിയടി, കണ്ണുകെട്ടി കുടമടി, ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, ചാക്കിലേടി, പിന്നെ കിളികളി, കബഡി കളി എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി നല്ലതുപോലെ കൂട്ടുകാരുമായി ആർത്ത് അട്ടഹസിച്ച് എല്ലാ വീടുകളിലും പുലികളി, ഇതൊക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കളികളെല്ലാം അപ്രത്യക്ഷമായി. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലുള്ള കളികളാണ്, അല്ലെങ്കിൽ ടാബിനകത്തുള്ള കളികളാണ്. അപ്പോൾ ആ ഒരു മനോഹാരിത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഈ 2 കാലഘട്ടം പെട്ടെന്നുണ്ടായ മാറ്റം 2 കാലഘട്ടം അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തവരാണ്. ഇല്ലായ്മയുടെ കാലത്തെ സന്തോഷകരമായ ഓണവും ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിലെ ഓണവും റെഡിമെയ്ഡ് ഓണവും നമ്മൾ ആഘോഷിക്കുകയാണ്, കാണുകയാണ്. എല്ലാ മലയാളികളും എത്ര ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ശരി മരണപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരെയും എല്ലാം ഓർക്കുകയും എല്ലാവരും ഒത്തുകൂടുകയും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഓണം. അതുകൊണ്ടാണ് ദേശീയ ഉത്സവം എന്ന് മലയാളികൾ ഓണത്തെ കുറിച്ച് പറയുന്നത്. കോവിഡിൻ്റെ കാലഘട്ടത്തിലും പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ വല്ലാതെ ഈ സമൂഹം ദുഃഖം അനുഭവിച്ചതാണ്. അപ്പോൾ ഒരു സമൂഹം എല്ലാ കാലത്തും ദുഃഖിക്കണം എന്ന് മാത്രം ചിന്തിക്കരുത്, സന്തോഷിക്കണം. അതുകൊണ്ടിപ്പോൾ ദൈവം സഹായിച്ച് ഇതുവരെയും പ്രളയത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല, കോവിഡിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. വ്യാപാരികളും നാട്ടുകാരും കച്ചവടക്കാരും തൊഴിലാളികളും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അപകടങ്ങളും ആപത്തുകളും സൽക്കരിക്കുമ്പോഴും മദ്യമൊക്കെ സ്വാഭാവികമായും സൽക്കാരത്തിൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെയുള്ള ദുരന്തങ്ങളും ലഹരി കൊണ്ടുള്ള അപകടങ്ങളും ഒന്നും ഉണ്ടാകാതെ എല്ലാ മലയാളികൾക്കും എല്ലാ നല്ലവരായ ആളുകൾക്കും നല്ല സന്തോഷകരമായ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചിട്ടെ, ഇത്രയും കാര്യമായി സംസാരിച്ചപ്പോൾ വളരെയധികം നമ്മളാരും കാണാത്ത ചില വശങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റാരും ചിന്തിക്കാത്ത ചില വശങ്ങളിലൂടെയാണ് മഹാബലിയുടെ ആ ഒരു ഐതിഹ്യത്തെ വളരെ മനോഹരമായി പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ കാട്ടിത്തന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉള്ളിലൊരു കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ഒരു അംശം എവിടെയൊക്കെയോ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഈ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും ഈ മാനസിക സംഘർഷങ്ങളും ഒക്കെ നമ്മൾ തീർക്കുന്നത് കലാപ്രവർത്തനത്തിലൂടെയാണ്. ഞാനൊരു വലിയ കലാകാരനോ കലാപ്രവർത്തകനോ ഒന്നുമല്ല. നാടക ഒരു പാരമ്പര്യം ഉണ്ട്. അപ്പം അത് അച്ഛൻ ഒരു നാടകത്തെ ഇഷ്ടപ്പെട്ട ആളാണ്. ജ്യേഷ്ഠ നാടകം എഴുതിയ ആളായിരുന്നു. കുട്ടിക്കാലം മുതലേ നാടകവുമായി ബന്ധമുണ്ട്. എല്ലാ നാടകങ്ങളും മലയാളത്തിൽ ഇറങ്ങുന്ന മുഴുവൻ നാടകങ്ങളും ഉത്സവപ്പറമ്പിൽ പോയി നിലത്തിരുന്ന് അല്ലെ ഇപ്പോൾ കസേരയിലിരുന്ന് കാണുന്ന ഒരു പ്രേക്ഷകനാണ്, നാടക ആസ്വാദകനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നിമിത്തം പോലെ ജ്യേഷ്ഠൻ മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓർത്തെടുത്തുകൊണ്ട് ഇപ്പോൾ KPCCയുടെ തന്നെ ഒരു സാഹിത്യ തിയേറ്റേഴ്സ് മലയാളത്തിൽ നല്ല നാടകങ്ങൾ കളിപ്പിച്ചിട്ടുള്ള സമിതിയാണ്. ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന നാടക എഴുത്തുകാരൻ ഹേമന്ത് കുമാർ രചിച്ച് ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ രാജേഷ് ഉള്ളം സംവിധാനം ചെയ്യുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന നാടക താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നവംബർ മാസം മുതൽ ഒരു മനോഹരമായ നാടകം ഇറക്കുക എന്നുള്ള ചുമതല കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്, പാർട്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊന്നും രാഷ്ട്രീയമില്ല. അത് 100% കുടുംബ പ്രേക്ഷകർക്ക് സാമൂഹിക നാടകമായിരിക്കും. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായിട്ടുള്ള, അവശരായിട്ടുള്ള, ശബ്ദമില്ലാത്തവരുടെ,
ശബ്ദമായി നാടകത്തെ മാറ്റാനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ പേര് ഈ അടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട കലാകാരൻ സൂര്യ കൃഷ്ണമൂർത്തി അനൗൺസ് ചെയ്യും. അതിനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പിന്നെ ചെണ്ടമേളം നമ്മൾ സൂചിപ്പിച്ചു. ചെണ്ട പഠിക്കണം എന്ന് കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ചെണ്ട അഭ്യസിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പൻ ഒരു വേലകളി ആശാനായിരുന്നു. അപ്പോൾ ചെണ്ട ഞാൻ വർഷങ്ങളോളം, എൻ്റെ 6-7 വർഷത്തോളം ഇവിടെ നിന്ന് കിലോമീറ്റർക്കപ്പുറത്തുള്ള കണ്ടല്ലൂർ സദാശിവൻ തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന മേള വിദ്വാനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ ഞങ്ങളെ ചെണ്ട അഭ്യസിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കുറേ സഹപ്രവർത്തകർ ഇപ്പോൾ ആ മേഖലയിലുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ തായമ്പക കൊട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മഹാഭാഗ്യമുണ്ടായത് മേള കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ആ മണ്ണിൽ പഞ്ചാരി മേളം കൊട്ടാൻ ഭാഗ്യം ലഭിച്ചു. പക്ഷേ ഇത് എല്ലാം സമയം കണ്ടെത്തിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അത് ഇപ്പോൾ ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയും 1-2 വേദികളിലെങ്കിലും ചെണ്ട ഒന്ന് പ്രകടനം നടത്തണം. പലരും വിളിക്കുന്നുണ്ട്, പലരും വിളിക്കാറുണ്ട്, നിർബന്ധിക്കാറുണ്ട്. പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒരു വലിയ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓണാട്ടുകരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമുക്കറിയാം ഓച്ചിറ വേലുക്കുട്ടി ആദ്യകാലത്ത് നമുക്ക് അറിയാവുന്നതാണ്. ഓച്ചിറ നില, അതുപോലെ കായംകുളം എന്ന് പറയുന്ന KPSC, ഇതുപോലെ ഒരു വലിയ നാടകത്തിൻ്റെ ഒരു പാരമ്പര്യം. നമ്മൾ ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥലം എല്ലാ വർഷവും യൗവന എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന, ഇവിടുത്തെ നമ്മുടെ സഹോദരൻ സുഹൃത്ത് ശ്രീ സൗത്ത് വിനോദിൻ്റെ സഹായത്തോടുകൂടി ഈ സ്ഥലം സഹായത്തോടുകൂടി കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 6-7 നാടകങ്ങൾ കളിക്കുന്ന മണ്ണാണ് വർഷങ്ങളായി. ഇങ്ങനൊരു സൗകര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ നാടക കലാകാരന്മാർ നാടകം അവതരിപ്പിക്കുന്ന മണ്ണാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ക്ലബ്ബുകളിൽ, ഒരുപാട് സാംസ്കാരിക സംഘടനകളിൽ മലയാളത്തിലെ അറിയപ്പെടുന്ന നാടകങ്ങളല്ല. അത് അങ്ങ് സൂചിപ്പിച്ച 100% ശരിയാണ്. ഓണാട്ടുകരയുടെ ഹൃദയഭാഗമാണിത്. അവിടെ നാടകത്തെ എല്ലാ കാലത്തും ഹൃദയത്തിലേറ്റിയ മണ്ണാണ്. ഒരുപാട് നാടക കലാകാരന്മാർ ജീവിച്ച മണ്ണാണ്. തോപ്പിൽ ബാസിയെ പോലെ ഒരുപാട് കലാകാരന്മാർ സമൂഹത്തെ മാറ്റുന്നതിൽ, ആ കാലഘട്ടത്തിൽ നാടകം തന്നെ ആയിരുന്നല്ലോ, സമൂഹത്തെ നവീകരിക്കുന്നതിൽ, സമൂഹത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നാടകം വലിയ സ്വാധീനം ചെലുത്തി. ഇപ്പോഴും എത്ര ചെറുപ്പക്കാരാണ് നമ്മൾ ഇത് ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ നാടകം വീണ്ടും ശക്തമായി തിരിച്ചു വരികയാണ്. ഒരു വലിയ ആളുകളോട് വലിയൊരു സന്ദേശം കൊടുക്കാൻ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു സാമൂഹ്യ നാടകത്തിലൂടെ കഴിയാന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അത്തരത്തിലെല്ലാ കലാപ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം. എന്തായാലും ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് നല്ലൊരു താളവാദ്യ കലാകാരനും ഒരു നാടക നടനും നാടക പ്രവർത്തകനെന്ന് പറയുന്നത് ആസ്വാദകനാണ്. നാടകത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി കാണുകയും വളരെ പാരമ്പര്യവും കൂടെ. നാടകം എൻ്റെ മാത്രമല്ല, അങ്ങ് പോലും നമ്മുടെ തലമുറയിൽ കുട്ടിക്കാലത്ത് ഒരു നാടകത്തിലെങ്കിലും അഭിനയിക്കാത്തവരായ ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വസ്തുവിൽ അല്ലെങ്കിൽ അയ്യത്തെന്നൊക്കെ പറയുന്നിടത്ത് സാരി വലിച്ചു കെട്ടി കൊന്നക്കമ്പ് വെച്ച് കട്ടനാക്കി മൈക്കിങ്ങനെ തൂക്കിയിട്ട് ഒരിക്കലെങ്കിലും അഭിനയിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കാണില്ല നമ്മുടെ ആ തലമുറ. അതെ, തീർച്ചയായിട്ടും അതെ. സ്കൂളുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കാണുന്ന ഈ നാടകങ്ങളാണ്. പറമ്പിൽ പോയാൽ കാണുന്ന നാടകങ്ങൾ, ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ പരിപാടികളിൽ പോയാൽ കാണുന്ന നാടകങ്ങൾ. ഈ വർഷത്തെ നാടക സംഭാഷണങ്ങൾ അടുത്ത വർഷം വരെ മലയാളികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാടക ഡയലോഗുകൾ, സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേറെ സ്വാധീനം പ്രേക്ഷകർക്ക് മനസ്സിൽ ചെലുത്താൻ നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ അധികം സന്തോഷം. ഇത്രയും നേരം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുവാനും കുറച്ചുകൂടെ തുറന്ന ഒരു സംസാരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് താങ്കളുടെ നാടകത്തിലൂടെയും സംഗീതത്തിലൂടെയും ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്കും ഒരു പക്ഷേ ഇതൊരു പുതിയ അറിവാകാനാണ് സാധ്യത. അപ്പോൾ എന്തിനായാലും വളരെയധികം സന്തോഷം. കണ്ടതിൽ ഇത്രയധികം നേരം ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി സാർ. ഓക്കെ, താങ്ക് യു.